ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഹാദിയുടെ മരണവാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ തലസ്ഥാനമായ ധക്ക ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഈ ഇൻകുലാബ് മഞ്ച് അവരുടെ രോക്ഷം വലിയ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇൻകുലാബ് മഞ്ചിന്റെ കൺവീനറായിരുന്ന ഹാദി ആകട്ടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അതിവേഗം വളർന്നുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. ഇവർ പറയുന്നത് ഹാദിയെ വെടിവെച്ച അജ്ഞാതൻ ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നും അവരെ വിട്ടുതരാൻ മോദി സർക്കാരിനോട് പറയണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാദിയുടെ മരണത്തിന് മുൻപേ തന്നെ ഇൻകുലാബ് മഞ്ച് ആകട്ടെ സർക്കാരിന് കർശന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഹാദിയെ വെടിവെച്ച അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അവിടെ വലിയ രീതിയിലുള്ള ഒരു സമരം, അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം തുടരുമെന്ന് സംഘടന ഫേസ്ബുക്കിൽ തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ പ്രസ്ഥാനം രാജ്യവ്യാപകമായി തന്നെ അവിടെ വ്യാപിക്കുമെന്ന് മഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. സംഘടനയുടെ അഭിപ്രായത്തിൽ ഈ പോരാട്ടമാകട്ടെ ഒരു നേതാവിന് വേണ്ടി മാത്രമല്ല, രാജ്യത്തിന്റെ പരമാധികാരവും നീതിന്യായ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാദി മരിച്ചാൽ പ്രസ്ഥാനം കൂടുതൽ ശക്തമാകുമെന്നും ഈ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഹാദിയുടെ ആക്രമണത്തിലെ കുറ്റവാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് സർക്കാർ ഉടൻ തന്നെ ഇന്ത്യൻ അധികാരികളുമായി തന്നെ ഇടപെട്ടുകൊണ്ട് അവരെ തിരികെ കൊണ്ടുവരണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഈ പ്രസ്താവന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ഈ വിഷയം ക്രമസമാധാനത്തിന്റെ മാത്രമല്ല ദേശീയ സുരക്ഷയുടെയും പ്രശ്നമാണെന്നാണ് സംഘടന വാദിക്കുന്നത്. ഹാദിയുടെ മരണം സ്ഥിരീകരിച്ച ഇൻകുലാബ് മഞ്ച് ആകട്ടെ അദ്ദേഹത്തെ രക്തസാക്ഷിയായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രവർത്തക ഗ്രൂപ്പായ ഇൻകുലാബ് മഞ്ചിന്റെ പ്രമുഖ നേതാവായിരുന്നു ഉസ്മാൻ ഹാദി. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഇൻകുലാബ് മഞ്ച് ശ്രദ്ധേയമായതും. ഇത് ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ഒരു തീവ്രവാദ സംഘടനയായി ഇൻകുലാബ് മഞ്ച് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ തകർക്കുവാനുള്ള ശ്രമങ്ങളിലും പാർട്ടി മുൻപന്തിയിൽ തന്നെ എടുത്തു നിന്നിരുന്നവയാണ്. ഇപ്പോൾ ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ദേശീയ തിരഞ്ഞെടുപ്പിൽ പോലും ധക്ക 8 നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഹാദി. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തന്നെ ഉസ്മാന് വെടിയേൽക്കുകയാണ് ചെയ്തത്. ഡിസംബർ 12-ന് ധക്കയിലെ മറ്റൊരു പ്രദേശത്ത് കാൽവർട്ട് റോഡിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവെയായിരുന്നു ഹാദി അജ്ഞാതരായ അക്രമങ്ങൾ വെടിവെച്ചു കൊല്ലുന്നതും. സംഭവത്തെ തുടർന്ന് ഇയാളെ ധക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ഡിസംബർ 15-ന് അടിയന്തര വൈദ്യ ചികിത്സയ്ക്കായി തന്നെ ബംഗ്ലാദേശിൽ നിന്ന് സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിലെ മറ്റൊരു സ്ഥലത്തേക്ക് ന്യൂറോ സർജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയാണ് പിന്നീട് ചെയ്തത്. എന്നാൽ തലയ്ക്ക് വെടിയേറ്റ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥി നേതാവാകട്ടെ മരണപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നുകൊണ്ടിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.